إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الله اصطفى آدم ونوحا ونوحا وآل إبراهيم وآل عمران على العالمين عباد الله اتقوا الله أوصيكم وإياي أولا بتقوى الله رب العالمين أرحم الراحمين കരുണാവാരിധിയായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് മരണം വരെ തഖ്വയുള്ളവരായി ജീവിക്കാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും അതിയായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് എന്നെ മറക്കാതെ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഗൗരവത്തോടെ വസിയ്യത്ത് ചെയ്യും. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ വസിയ്യത്തുകൾ ജീവിതത്തിൽ നടപ്പിലാക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ നമ്മയെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സത്യവിശ്വാസികളൊക്കെ വളരെ ശ്രേഷ്ഠമായ മഹനീയമായ പുണ്യ ദിനങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസത്തിലെ പ്രത്യേകമായി നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്ന ചരിത്രവും ചിന്തയുമാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ധാരാളമായി നമ്മൾ കേൾക്കുകയും പഠിക്കുകയും അയവിറക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരിശുദ്ധ ഖുർആനിൽ വളരെ വിശാലമായി പരന്നു കിടക്കുന്ന ചരിത്രം. 73 സ്ഥലങ്ങളിലാണ് ആ പ്രവാചകന്റെ ചരിത്രത്തെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ നമ്മുടെ ഈ പരിമിതമായ ഖുതുബയുടെ സമയം കൊണ്ടാവില്ല. എന്നാൽ അതിലെ പരമപ്രധാനമായൊരു ഭാഗം അതാണ് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. അതിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണത്തിൻ്റെ ആകത്തുക. ആ ചരിത്രം നമ്മോട് പറയുന്ന വർത്തമാനം എന്തെന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമൊന്ന് ടച്ച് ചെയ്തു പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു പറയാനും കേൾക്കാനും അത് ഉൾക്കൊള്ളാനും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കിന് നബിമാരുടെ ചരിത്രം പറഞ്ഞ ഭാഗത്ത് പരാമർശിക്കപ്പെടാത്തൊരു സവിശേഷമായ രീതിയാണ്
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ച ഒരു ശൈലി ഞാൻ എന്റെ സംസാരത്തിന്റെ ആമുഖമായി ഓതി വെച്ച പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ തന്നെ നമുക്ക് വ്യക്തമാകും. തീർച്ചയായും അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു, സെലക്ട് ചെയ്തിരിക്കുന്നു ആദമിന്. അത് അല്ലാഹുവിന്റെ സെലക്ഷൻ കിട്ടിയ ആദിമ മനുഷ്യനാണ്, ആദിമ പ്രവാചകനാണ്. നൂഹിനെയും നാം തെരഞ്ഞെടുത്തിരിക്കുന്നു. തുടർന്നുകൊണ്ടെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇബ്രാഹിം എന്നല്ല, ഇബ്രാഹിം നബിയുടെ കുടുംബത്തെയും അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. മറ്റു പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നിടത്തും പ്രയോഗിക്കാത്തൊരു പ്രയോഗം ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുന്നിടത്ത് അല്ലാഹു എന്തിന് പ്രയോഗിച്ചു? അത് നമ്മൾ മനസ്സിരുത്തി കേൾക്കുകയും മനസ്സിരുത്തി പഠിക്കുകയും ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമുക്ക് മാതൃകയാക്കി എന്ന് പറഞ്ഞതുപോലെ മഹാനായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഖുർആനിൽ. ലഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. തീർച്ചയായും നിങ്ങൾക്ക് ഉത്തമമായ നല്ല റോൾ മോഡലുണ്ട്, മാതൃകയുണ്ട്. ഫീ ഇബ്രാഹിം, ഇബ്രാഹിം നബി വല്ലദീന മഅഹു, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മക്കൾ, അതിലൊക്കെയും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അവിടെയും മറ്റു പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഖുർആൻ ഉപയോഗിച്ച ഒരു ശൈലി അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയൊക്കെ ചേർത്ത് പറഞ്ഞു നമുക്ക് കാണാം. നമ്മളൊക്കെ ദൈനംദിന ജീവിതത്തിൽ നിർബന്ധമായി നിർവഹിക്കപ്പെടുന്ന 5 നേര നമസ്കാരങ്ങളിലൊക്കെ നിർബന്ധമായി നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, ആ സ്വലാത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാണ്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അല്ലാഹു സമാധാനവും രക്ഷയും അനുഗ്രഹങ്ങളൊക്കെ ചെരിഞ്ഞു കൊടുത്തതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സലാമത്തും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കണമെന്ന പ്രാർത്ഥന അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ ചേർത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മാതൃകയാണ് എന്ന് പറഞ്ഞെടുത്ത്, ജനങ്ങൾക്ക് ഇമാമാക്കി എന്ന് പറഞ്ഞെടുത്ത്, എല്ലായിടങ്ങളിലും അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അല്ലാഹു ചേർത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇത്രമാത്രം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കേണ്ട, ആരാധനയുടെ ഭാഗമാക്കേണ്ട, പ്രസംഗിക്കുന്ന ആളും ഖുതുബ പറയുന്ന ഖതീബുമൊക്കെ അവരുടെ നാവുകളിലൂടെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ട, ഹജ്ജിന് പോയ ആളുകൾ ഹാജിമാരൊക്കെ നിരന്തരം ഓർമ്മപ്പെടുത്താൻ നിഷ്കർഷിച്ച ആ കുടുംബത്തിന്റെ പ്രത്യേകത എന്താണ്? എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ നാട്ടിൽ ഏറ്റവും സമ്പന്നനായ കുടുംബമായിരുന്നത് കൊണ്ടാണോ ഇബ്രാഹിം നബിയുടെ കുടുംബം? അല്ലല്ലോ. അത് ആ നാട്ടിലെ രാജാവായ നമ്രൂദും അദ്ദേഹത്തിന്റെ ആളുകളൊക്കെ ആയിരുന്നു നാട്ടിലെ ധനാഢ്യന്മാരായ സമ്പന്നരായ ആളുകൾ. മറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവർക്ക്, ലോകർക്ക് മാതൃകയാക്കി എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയോ? അദ്ദേഹം സ്വീകരിച്ചൊരു മതം, അദ്ദേഹം സ്വീകരിച്ചൊരു ആശയം, ഒരു ആദർശം, അതനുസരിച്ചുള്ള ജീവിതത്തിലും അങ്ങനെ സ്വർഗത്തിലേക്കുള്ള വഴിയിലും എന്റെ കൂടെ എന്റെ ഭാര്യയും എന്റെ കുട്ടിയൊക്കെ ഉണ്ടാകണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹവും പ്രാർത്ഥനയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്ര പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കിയ സത്യത്തിൽ പഠിച്ചോനെ, ഞാൻ മാത്രം പോരാ, എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ടാകണം, എന്റെ മകൻ എന്റെ കുട്ടി എന്റെ കൂടെ ഉണ്ടാകണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം, ആ ആഗ്രഹത്തിന്റെ ചേതോവികാരം എന്തുകൊണ്ട് അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ചു? നമ്മളൊക്കെ ചിലപ്പോ നമ്മളെ ഭാര്യ മക്കളൊക്കെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. നമ്മള് കുടുംബത്തെ കൂട്ടാതെ ഒരു ടൂറ് പോയാൽ അവിടെയുള്ള നമ്മളെ ആകർഷിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണുന്ന സമയത്ത് എന്റെ ഭാര്യയുടെ കുട്ടിയൊക്കെ കൂടെ ഉണ്ടായിരുന്നതിനൊക്കെ ആഗ്രഹിക്കുന്നത്. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു കല്യാണത്തിന് പോകുമ്പോൾ കുടുംബത്തെ കൂട്ടിയിട്ടില്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമ്മളെ ഭാര്യയും കുടുംബമൊക്കെ നമ്മളെ കൂടെ ഉണ്ടാകണം
എന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ കഴിക്കുന്നതിനിടയിൽ നല്ല രുചികരമായ ഭക്ഷണം കിട്ടിയ ഒരു പാർസൽ കൂടി വാങ്ങുന്നത് ഭാര്യയെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി, മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം അനുഭവിക്കുന്ന ദീനിന്റെ ആസ്വാദനം, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എനിക്ക് കിട്ടിയ ഈ ദീനിന്റെ ആസ്വാദനം എനിക്ക് മാത്രം കിട്ടിയ പോരാ, അതെന്റെ കുടുംബത്തിന് കിട്ടണം, എന്റെ ഭാര്യക്കും എന്റെ കുട്ടിക്കും കിട്ടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ഇബ്രാഹിം നബിയിലും കുടുംബത്തിലും നമുക്ക് മാതൃകയുണ്ടെന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞല്ലോ, ഇബ്രാഹിം ഇബ്രാഹിമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിലും. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ധാരാളം പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ആ പ്രാർത്ഥനകളിലൊക്കെ ഈ താല്പര്യം നിഴലിച്ചു നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഖുർആനിൽ കാണാം. റബ്ബി വജ്നുബനി, എന്നെ നീ അകറ്റണേ റബ്ബേ, എന്നെ നീ സംരക്ഷിക്കണേ. വബനിയ, എന്നെ മാത്രം സംരക്ഷിച്ചാൽ പോരാ, അൻഅബുദൽ അസ്നാം, എന്റെ വബനിയ, എന്റെ സന്തതികളെയും എന്റെ കുട്ടിയെയും എന്റെ മകനെയും എന്റെ മക്കളെയും അൻഅബുദൽ അസ്നാം, വിഗ്രഹാരാധനയിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ എനിക്കും എന്റെ കുടുംബത്തിനും കിട്ടണമെന്ന് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഈ ഒരു പ്രാർത്ഥനയിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മിക്ക പ്രാർത്ഥനകളിലും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചേർത്ത് പറയുന്നത് കാണാം. നമസ്കരിക്കുന്ന മുറപ്രകാരം നമസ്കാരം നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണമെന്ന് പ്രാർത്ഥനയുണ്ട് ഇബ്രാഹിം നബിയുടെ. റബ്ബി ഇജ്അൽനി മുഖീമസ്സലാം, നമസ്കരിക്കുന്നവരിൽ പെടുത്തണമെന്നല്ല, നമസ്കാരം മുറപ്രകാരം കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിക്കുന്ന നമസ്കാരക്കാരിൽ പെടുത്തണം, എന്നെ മാത്രം പെടുത്തണമെന്നല്ല. വമിൻ ദുർരിയതി, എന്റെ സന്തതികളെ എന്റെ കുട്ടിയെയും പെടുത്തണം. അവിടെയൊക്കെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി ഒന്നാമത്തെ സഫിലേക്ക് എത്താനും ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാനൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന ആളുകൾ, തഹജ്ജുദ് നിസ്കരിക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ, അവിടെയൊക്കെ കുടുംബത്തെ കൂടെ നിർത്തുന്നിടത്താണ് നമ്മൾ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു പാതയിലേക്ക് പ്രവേശിക്കുക. ആ പാതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അല്ലാഹു വഹി ഇറക്കി കൊടുത്തു. എന്ത്? അനിത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ, ആ ഹനീഫായ ചൊവ്വായ മാർഗത്തിലൂടെ ജീവിച്ച ഇബ്രാഹിം നബിയുടെ പാത പിന്തുടരണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹി നൽകിയിട്ടുണ്ടെന്ന് പരിശുദ്ധ പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കുന്നതിൽപ്പെട്ട പ്രവാചകനായിട്ട് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തെരഞ്ഞെടുക്കുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് ഖാല എന്ന് പറയാൻ, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ജനങ്ങൾക്കൊരു ഇമാമായിട്ട്, ഒരു നേതാവായിട്ട് തങ്ങളെ നിശ്ചയിച്ചിരിക്കുകയാണ് എന്ന് ഇബ്രാഹിം നബിയോട് പറയുന്ന സമയത്ത് ഇബ്രാഹിമിയുടെ പ്രതികരണം എന്താ? അൽഹംദുലില്ലാഹ് എന്നാണ്. ഞാൻ അതിനൊന്ന് തയ്യാറാവട്ടെ എന്നാണ്. അല്ല, എന്നെ മാത്രം അങ്ങനെ ആക്കിയാൽ പോരാ, എന്റെ കുട്ടിയെയും ആക്കണം, എന്റെ കുടുംബത്തെയും ആക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ തൗഹീദിലാക്കണം എന്ന് പറയുമ്പോൾ ഭാര്യയും കുട്ടിയെ, നിസ്കാരം നിലനിർത്തുന്നവരാക്കണം എന്ന് പറയുമ്പോൾ കുടുംബത്തെ ചേർത്ത് പറഞ്ഞു. ജനങ്ങൾക്ക് ഇമാമാക്കണമെന്ന് പറഞ്ഞപ്പോഴും കുടുംബത്തെ അദ്ദേഹം ചേർത്ത് പറഞ്ഞു. പരിശുദ്ധ ഇസ്ലാം ഇതാണ് നമ്മോട് വിഭാവനം ചെയ്യുന്നത്. ഇതാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മില്ലത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് പിൻപറ്റണമെന്ന് പറയുന്നതിന്റെ ആശയമില്ല. ഭാര്യയും മക്കളെയും കുടുംബത്തെയും ഒഴിവാക്കിയിട്ടുള്ളൊരു കളി, ഒരു ദീന്, അത് മതപരമായ കാര്യത്തിൽ അല്ലാഹു അനുവദിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമായിരുന്നു. ദീനിന്റെ എല്ലാ രംഗത്തും ഞാൻ ഒറ്റക്ക് ഉണ്ടായാൽ പോരാ, എന്റെ കുടുംബം ഉണ്ടാകണമെന്ന്. ഇത് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നമുക്ക് മാതൃകയാണ് എന്നാണ് പരിശുദ്ധ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ ധാരാളമായി മതപരമായ നസീഹത്തുകളൊക്കെ കേൾക്കുന്ന ആളുകളാണ്. കുത്തുബകളിലൂടെ മറ്റു ക്ലാസ്സുകളിലൂടെയൊക്കെ പങ്കെടുത്തുകൊണ്ട് അതൊക്കെ പകർത്തുകയും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ പലപ്പോഴും ഇത് കേൾക്കാനും ഇതിനോട് താല്പര്യമുണ്ടാകാനൊന്നും മക്കളെ കൂടെ കൂട്ടാറില്ല, ഇണകളെ കൂടെ കൂട്ടാറില്ല. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത്. ഈ പ്രവാചകന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നിടത്ത് ഓർമ്മപ്പെടുത്തി അത് എടുത്തു പറഞ്ഞുകൊണ്ട്
നമ്മളെ അതിലേക്ക് ക്ഷണിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത് ആ പാറ ചുറ്റിട്ടാണെന്ന് പറയുന്നത് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കുടുംബത്തെ മതപരമായ ചിട്ടയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിനുണ്ടായ ആഗ്രഹവും താല്പര്യവും പരിശ്രമവുമാണ് നമുക്ക് അല്ലാഹു പഠിപ്പിച്ചത്. അതാണല്ലോ പരിശുദ്ധ ഖുർആൻ നമ്മളോടും ആവശ്യപ്പെട്ടിരുന്നത്. അൻഫുസക്കും, നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം, നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കണം. വഅഹ്ലീകും, പോരാ, നിങ്ങളെ മാത്രം കാത്താൽ പോരാ, നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഖൂദുഹൻ നാസു വൽ ഹിജാറ, കല്ലുകളും മനുഷ്യരും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട അതിയായ ആഗ്രഹമാണ് എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ കുടുംബവും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹം. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുടുംബനാഥൻ എന്ന നിലക്ക്, ഒരു ഉപ്പ എന്ന നിലക്ക് മനസ്സിലുണ്ടാകേണ്ട ചിന്തതാണ്. ഉപ്പയെ ഏൽപ്പിക്കപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ ഭരണാധികാരികളാണ്, നിങ്ങളുടെ ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ആലോചിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് നമുക്കറിയാം, വഹീ ഇറങ്ങിയ വീടാണ് റസൂലുള്ളാഹിയുടെ വീട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വീട്ടിലേക്ക് വരുന്ന ആളുകൾ ആരാ? നന്മ കൊണ്ട് നിറയുന്ന സ്വഹാബത്താണ് റസൂലുള്ളാഹിയുടെ വീട്ടിലേക്ക് വരിക. ഫത്വ ചോദിക്കാൻ, ഫത്വ പറയാൻ, ഇൽമു പറഞ്ഞു കൊടുക്കാൻ, അത് പഠിക്കാൻ, കളവ് പറയാത്ത, അശ്ലീലങ്ങൾ കാണാത്ത, വൃത്തികേടുകൾ പറയാത്ത, ശീതശീലങ്ങളും സ്വഭാവങ്ങളും സംസാരങ്ങളൊന്നും ഇല്ലാത്ത നല്ല ആളുകൾ മാത്രം കയറിയിറങ്ങുന്ന വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ വളർത്തിയത്. പ്രവാചകന്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പ്രവാചകനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണം ഫാത്തിമ, സലീനി മിൻ മാലി മാ ശിഅ്ത, നിനക്ക് വേണ്ടത്, നീ ഉദ്ദേശിക്കുന്നത് ഉപ്പാന്റെ സമ്പത്തിൽ നിന്ന് മോള് ചോദിച്ചു. ഭൗതികമായി ഉപ്പയ്ക്ക് അല്ലാഹു അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചോദിക്കുന്നത് ഉപ്പ തരാൻ റെഡിയാണ്. എന്നിട്ട് പറയാണ്, നീ നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നീ കാക്കണം. പ്രവാചകന്റെ കുടുംബത്തിന്, പ്രവാചകന്റെ വീട്ടില്, വഹീ നിലക്കാത്ത വീട്ടില്, സഹാബത്ത് കയറിയിറങ്ങുന്ന വീട്ടില് വളർന്നു എന്നതുകൊണ്ട് നാളെ പരലോകത്ത് കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. ആ കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ, മാർഗങ്ങൾ അന്വേഷിക്കണം, ആ മാർഗം സ്വീകരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പരലോകത്ത് നിനക്ക് വേണ്ടി എനിക്കൊന്നും റബ്ബിന്റെ അടുത്ത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഹെൽപ്ലെസ് ആണ്, സഹായനാണ് റബ്ബിന്റെ. അതുകൊണ്ട് നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം വഴി സ്വീകരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ കൊണ്ട് ഇത് പറയിപ്പിച്ച കാര്യം തന്നെ. പ്രവാചകൻ എന്ന നിലക്ക്, നബി എന്ന നിലക്ക്, ഉപ്പയോട് മകളെ കുറിച്ച് വാപ്പ എന്ന നിലക്ക് ഒരു കാര്യം മാത്രം, ആ നിലക്ക് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിന്റെ വഴിയിലേക്ക് എത്താൻ എന്തു ചെയ്തു എന്ന് പ്രവാചകനോട് ഫാത്തിമയെ കുറിച്ച് റബ്ബിന്റെ ചോദ്യത്തിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള എന്ത് കാര്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ ചെയ്തു കൊടുത്തത് എന്ന ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളായ ഫാത്തിമയോട് ഈ ഉപദേശം പകർന്നു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളൊക്കെ ആലോചിച്ചു, നമ്മുടെ വീടും നമ്മുടെ വീടിന്റെ ചുറ്റുപാടും നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്ന ജീവൻ സാഹചര്യങ്ങളൊക്കെ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ നിലക്കൊരു ജാഗ്രതയും ശ്രദ്ധയും സ്വന്തം കാര്യത്തിലുള്ളതുപോലെ സ്വന്തം കുടുംബത്തിന്റെ, ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിൽ, അവരെ സ്വർഗത്തിന്റെ വിഷയത്തിൽ, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന, മോചിപ്പിക്കാനുള്ള കാര്യത്തിൽ എന്ത് മുന്നൊരുക്കങ്ങളാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത്? ആലോചിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശം, ഈ കാസർഗോഡിന്റെ പരിസര പ്രദേശം, ഈ മേൽപ്പറമ്പിന്റെ പ്രദേശത്ത് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുമ്പോൾ ഇവിടെ മുസ്ലിങ്ങളായ ആളുകളും അമുസ്ലിങ്ങളായ ആളുകളൊക്കെ ജീവിക്കണം. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമായ ഒരാൾ, നമ്മുടെ അയൽവാസി, നമ്മുടെ നാട്ടുകാരൻ, അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. മക്കൾക്ക് സ്കൂൾ ചേർക്കുന്നു, അവർക്ക് സ്കൂളിലേക്ക് വേണ്ട സാമഗ്രികൾ, പാഠപുസ്തകങ്ങൾ, യൂണിഫോമുകളൊക്കെ ചെയ്തു കൊടുക്കും. കൃത്യമായി മാസം പൂർത്തിയാകുമ്പോൾ അതിന്റെ ഫീസ് അടക്കും. അവർക്ക് നല്ല ഭക്ഷണങ്ങൾ വാങ്ങി കൊടുക്കുന്നു,
നല്ല വസ്ത്രങ്ങൾ വാങ്ങി കൊടുക്കുന്നു. രോഗം വന്നാലും പ്രയാസത്തിലായ ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ സാമ്പത്തികമായി അധ്വാനിക്കുകയും സമ്പത്തിൽ ജീവിക്കുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. അവർ പ്രായമാകുമ്പോൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. അവർ വീട് വെക്കുമ്പോൾ അതിനും നമ്മൾ നമ്മുടെ ഒരു ഓഹരി അവർക്ക് കൊടുക്കുന്നു. അവർക്ക് ജോലി ഉണ്ടാക്കാനും കച്ചവടം ഉണ്ടാക്കാനും സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. എല്ലാ അർത്ഥത്തിലും നമ്മൾ സ്വന്തം വീതം വെക്കുന്ന സമയത്ത് അവർക്ക് ഒരു ഓഹരി കൊടുക്കുന്നു. ഇതുപോലെ നമ്മളും അങ്ങനെ തന്നെ. ഇവിടെയുള്ള ഹൈന്ദവനായ മുസ്ലിമായ സഹോദരൻ ഇത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. എന്താണ് മുസ്ലിം എന്ന നിലക്ക് അമുസ്ലിങ്ങളായ ആളുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആലോചിച്ചു? മറ്റു വ്യത്യാസമുണ്ട്. നമ്മളെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിന് സ്വർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കും. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. സ്വർഗത്തിന്റെ വഴിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഈ ഒരു കാര്യം ഞാനും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഒരു രക്ഷിതാവെന്ന നിലക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയാനും നമ്മുടെ കയ്യിലുണ്ട്. അള്ളാഹുവിന്റെ ദീന് അത് സ്വയം മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതോടൊപ്പം മക്കളെ ആ മാർഗത്തിലൂടെ കൊണ്ടുപോകാൻ നാം പരിശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ സുഹൃത്തുക്കളെ? ഗൗരവത്തിൽ നമ്മളൊക്കെ ആലോചിക്കണം. ഇവിടെയാണ് നമുക്ക് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയും ഈ മാതൃകയെ ഈ ജീവിതപാതയെ ആരെങ്കിലും ഒഴിവാക്കിയാൽ അവൻ വിഡ്ഢികളുടെ സ്വർഗത്തിൽ. സ്വയം വിഡ്ഢിയാകാൻ തീരുമാനിച്ചവരല്ലാണ്ട് ഇബ്രാഹിം നബിയുടെ ജീവിതപാതയെ വെടിയുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഒഴിവാക്കുകയില്ല എന്ന് പരിശുദ്ധ ആ പാതയിലൂടെ സഞ്ചരിച്ചത് കൊണ്ട് ഇബ്രാഹിം നബിക്ക് വലിയ സ്ഥാനമാനങ്ങളൊക്കെ നൽകി. ബാബിലോണിയയിലെ ഇറാഖിലെ ഊറന്നൊരു പട്ടണത്തിൽ എന്നെ നിങ്ങളെ പോലെയൊക്കെ ജനിച്ച് ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. എന്നാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഖലീലാക്കിയിട്ട് അള്ളാഹുവിന്റെ ആത്മമിത്രമാക്കി അള്ളാഹു സ്വീകരിച്ചു എന്ന് പറയാൻ മാത്രം വലിയ സ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സവറത്ത് ബിൻ ജുദ്ദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ യാത്രയിൽ കാണിക്കപ്പെട്ട ദൃശ്യങ്ങളിൽ ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. സ്വർഗ്ഗത്തിൽ ഒരു വയോവൃദ്ധൻ ഇരിക്കുന്നു. ആ വൃദ്ധന് ചുറ്റും കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണെന്ന് ചോദിക്കപ്പെട്ടപ്പോ ജിബ്രീലിന്റെ വിശദീകരണമായിരുന്നു അത് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടു പോയ മക്കളാണ് അദ്ദേഹത്തിന്റെ ചുറ്റും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ പദവിയിലേക്ക് എത്തിച്ച ഒരു ജീവിതപാതയും ആ പാത സ്വീകരിക്കാതെ നമുക്ക് തോന്നിയതുപോലെ അങ്ങനെ ഒരു ജീവിതം, അങ്ങനെ ഒരു ഇസ്ലാം, അങ്ങനെ ഒരു ദീനുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മളൊക്കെ വിഡ്ഢികളാണെന്ന പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ ഗൗരവത്തിൽ നമ്മൾ വിഷയത്തെ പഠിക്കണം. മഹാനായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതപാത, കുടുംബത്തെ കൂടെ നിർത്താത്തൊരു ജീവിതം, ഒരു ശൈലി അദ്ദേഹം പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മുടെയൊക്കെ വീടുകളിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മക്കളെ വളർത്തുന്നിടത്ത്, അവർക്ക് മനബോധം പകർന്നു കൊടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവുകളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ, ചാനലുകൾ, വാർത്തകളൊക്കെ ഈ കഴിഞ്ഞ മാസങ്ങളിലും ദിവസങ്ങളിലൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നു. 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ അശ്ലീലങ്ങൾ മറ്റു കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതിന്, മറ്റു കുട്ടികൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന കുട്ടിയെ പിടിച്ചിട്ട് ആ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ ആ കുട്ടിയെ ഇരുത്തി സംസാരിച്ചപ്പോ ആ കുട്ടി പറയുന്നത് 18ഓളം, ആ ക്ലാസ് റൂമിലെ 18ഓളം കുട്ടികൾക്ക് വൃത്തികെട്ട മോശമായ കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന കുട്ടിയാണ്. എവിടുന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞത് അത് ഇന്ന മൊബൈൽ ഷോപ്പിൽ നിന്നാണ്. അങ്ങനെ ചില മൊബൈൽ ഷോപ്പുകളൊക്കെ ഉണ്ട്. ബോർഡുണ്ടാവും, തവക്കത്ത് വളർന്നുണ്ടാവും, ഒരു ഭാഗത്ത് യാസീൻ തോന്നുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഈ തോന്നിവാസങ്ങളൊക്കെ ഒരു വിചാരിച്ച ഈ റമദാനൊക്കെ വരുമ്പോൾ 100 കിറ്റൊക്കെ കൊടുത്തൊക്കെ ഹലാലായി. അങ്ങനെയൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന കുറെ മനുഷ്യന്മാർ ആ ഷോപ്പിൽ നിന്ന് കുട്ടിക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്നു. ആ കുട്ടിയെ ഈ കുട്ടിയോട് ചോദിച്ചു, ഇത്രയും കുട്ടികൾക്ക് നീ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോ നീ ഇത് കാണുന്നുണ്ടാവൂലേ, നീ എപ്പോഴാണ് ഇത് കാണുക? കുട്ടി പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട്. ഞാൻ കാണുന്നത് ഒരു സമയമുണ്ട്. ആ സമയം എന്ന് പറയുന്നത് അത് ഒരു 8 മണി 9 മണിക്ക് ഇടയിലുള്ളൊരു സമയമാണ്. ആ സമയത്ത് തിരഞ്ഞെടുക്കാൻ കാരണം ചില കുട്ടികളൊക്കെ പറയും അത് ഉപ്പയില്ലാത്ത സമയം, ഉപ്പയില്ലാത്ത സമയം എന്നൊക്കെ പറയണം. കുട്ടികൾ സമയം നിശ്ചയിച്ച് പറഞ്ഞു. അത് ചോദിച്ചപ്പോ കുട്ടി പറയണത് അത് ഒരു വെബ് സീരീസ് ഉണ്ട്. ആ സമയത്ത് അത് എന്റെ ഉമ്മ കാണുന്ന സമയം അതാണ്. 9 മണിയാകുമ്പോ ഉപ്പ വീട്ടിൽ വരും.
8 മണി കഴിഞ്ഞാൽ ഉമ്മ ആ സീരീസ് കാണാൻ വേണ്ടി ഇരിക്കും. അപ്പൊ ഞാൻ ഫ്രീ ആവും. അപ്പൊ ഉപ്പ വരുന്നതിന് മുമ്പ് ഞാൻ ഈ 3 മാസം കാണും. ആലോചിച്ച് നോക്കിയാൽ എന്നിട്ടോ നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കും. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين. കൺകുളിർന്നുള്ള മക്കളെ തന്നെ മുത്തഖികൾക്ക് ഇമാമാക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചു. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഫർദ് നിസ്കരിച്ചിട്ടൊക്കെ വെച്ച് ഇതൊരു വിരോധാഭാസമാണ് സുഹൃത്തുക്കളെ. ഈ മാതാപിതാക്കൾ ഈ കുട്ടിയെ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ചെന്നിട്ട് വിചാരണക്കെടുക്കുമ്പോൾ ഈ കുട്ടി എന്തായിരിക്കും, ആരെ കുറിച്ചൊക്കെ പറയാം? ഈ കുട്ടി നരകത്തിൽ പോകാൻ സ്വർഗമാന വെടിഞ്ഞ് നരകമാന സ്വീകരിക്കാനുള്ള കാരണം ഈ കുട്ടി ആരെ ചൂണ്ടിട്ടായിരിക്കും പറയാം? ഈ മാതാപിതാക്കളെ ചൂണ്ടിട്ടായിരിക്കും. അതാണ് സുഹൃത്തുക്കളെ, അവിടെയാണ് ഈ മില്ലത്ത് വളരെ പ്രസക്തമാകുന്നത്. നമ്മുടെ വീട് അതിനുള്ള ദീന് അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കും. നമുക്കറിയാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഭാര്യയെ കുട്ടിയേക്ക് അല്ലാഹു ഉപേക്ഷിച്ചു വരാൻ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞിട്ടില്ല ഇന്ന സ്ഥലത്ത് ഇന്ന അടുത്ത് ആ സ്ഥലം നിശ്ചയിച്ച് പറഞ്ഞിട്ടില്ല, പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപേക്ഷിച്ചു വന്നു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا. എല്ലാവർക്കും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇന്നി അസ്കന്തു മിൻ ദുരിയതി, ഞാൻ എന്റെ കുട്ടിയെ കൊണ്ടാക്കിയിട്ടുണ്ട്, താമസിപ്പിച്ചിട്ടുണ്ട്. വിവാദിന് ഒരു താഴ്വരയിൽ. താഴ്വരയുടെ പ്രത്യേകത എന്താ? ഗൈരി ذي زرع, കൃഷിയോഗ്യമല്ലാത്ത, ഭക്ഷണം ലഭിക്കാത്ത കൊട്ടപ്പാറ, മലമടക്ക്, മരുഭൂമി, അത് മാത്രമുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട്. പക്ഷെ അവിടെ എന്തുണ്ടെന്നറിയോ? അവിടെ ഹറം പള്ളിയുണ്ട്, പവിത്രമായ ഗേഹമുണ്ട് അവിടെ. അതിനടുത്താണ് ഞാൻ ഉപേക്ഷിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ് എന്തിനാണ്? നമസ്കാരം ഉറപ്രകാരം നിർവഹിക്കാൻ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തിട്ട് വന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ് പ്രാർത്ഥിച്ച കാര്യം. ദീന് നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണമെങ്കിൽ ആ ദീന് ഉൾക്കൊള്ളാനുള്ള സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടാകണം. ആ സൗകര്യം ചെയ്തു കൊടുത്തിട്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. തികച്ചും വ്യത്യസ്തമായ രൂപത്തിലാണ് നമ്മുടെ കുടുംബത്തിൽ കണ്ടുവരുന്നത്. ദീന് അനുസരിച്ച് ജീവിക്കാനുള്ള ഉൾക്കൊള്ളാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല, സ്വന്തമായി കളിക്കുന്ന കണിശത അത് കുടുംബത്തിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, സൗകര്യം അവർക്ക് ചെയ്തു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ അതിലേക്ക് എത്താതിരിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഒരു പക്ഷെ പറയേണ്ടി വരും. ചില മനുഷ്യന്മാരുണ്ട്, ചില വീടുകളിലൊക്കെ ഈ സ്ലോ മോഷൻ കാണണമെങ്കിൽ സുബഹിന്റെ സമയത്ത് ആ വീട്ടിലേക്ക് നോക്കിയാൽ മതി. ആ ഉറങ്ങി എഴുന്നേൽക്കുന്നത്, സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്നത്, ചെരുപ്പ് പോലും കയ്യിൽ പിടിച്ച് നടക്കുന്ന മനുഷ്യന്മാരല്ല. ചെരുപ്പിന്റെ ശബ്ദം കേട്ടിട്ട് കെട്ടിയോളും കുട്ടിയോളും എണീക്കരുതെന്ന് വെച്ചിട്ട് അല്ലേ പതുക്കെ ലൈറ്റ് ഓൺ ചെയ്യാതെ പതുക്കെ കണ്ണ് കടിച്ചിട്ട് പൂട്ടിയിട്ട് ചാവി കൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന മനുഷ്യന്മാർ. കാരണം ഈ സമയത്തൊന്നും ഭാര്യ എണീച്ച് മക്കൾ എണീച്ച് നിസ്കരിക്കേണ്ടതില്ല. അവർക്കതിനുള്ള സൗകര്യം ഒന്നും ചെയ്തു കൊടുക്കും. എന്നിട്ട് പ്രാർത്ഥിക്കും. നമ്മളെന്തിനാ സുബഹിക്ക് പള്ളിക്ക് പോകുന്നത്? നമ്മള് ഒരാൾ സുബഹി പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിച്ച അവന്റെ ഉത്തരവാദിത്തം നമ്മളെ ഏറ്റെടുത്തു. പിശാചിന് മലമൂത്ര വിസർജനം നടത്താനുള്ള പിശാചിന്റെ ടോയ്ലറ്റ് ആയിട്ട് നമ്മുടെ ശരീരം മാറിപ്പോകാതിരിക്കാൻ, പിശാചിന്റെ ബന്ധിക്കപ്പെട്ട കെട്ടുകളിൽ നിന്ന് മോചനം കിട്ടാൻ സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു. ആ മോചനം ഭാര്യക്കും മക്കൾക്കും കിട്ടട്ടെ. ആലോചിച്ചു. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്ന ഏറ്റവും വലിയ പാഠമതാണ്. ആ പാഠം ഉൾക്കൊള്ളാനും ആ പാതയിലൂടെ ജീവിക്കാനും ആ പാതയിലൂടെ കുടുംബത്തെ കൊണ്ടുപോകാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وصلى الله على نبينا محمد وآله وصحبه أجمعين. أما بعد أوصيكم وإياي ثانيا بتقوى الله. الله يسمح شيء كريم
ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ നമ്മളൊക്കെ അതിൻ്റെ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് നമ്മൾ സൂചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഇണയെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, ആ പ്രസവിച്ച കാലിട്ടടിച്ച് കരയുന്ന കുഞ്ഞിനെയാണ് ആ മക്ക മലമടക്കുകൾക്കിടയിൽ അദ്ദേഹം ഉപേക്ഷിച്ചു പോയി. പിന്നീട് കുട്ടിയെ കാണാൻ മഹാനായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്ന ഒരു സമയമുണ്ടല്ലോ. കുട്ടിയുടെ പ്രായത്തെ പരിചയപ്പെടുത്തി എങ്ങനെയാണ് ഓടിച്ചാടി കളിക്കാനുള്ള വളർച്ചക്കെത്തിയ ആ സമയത്ത് ആ കുഞ്ഞിന്റെ പുഞ്ചിരി കാണാൻ, ആ കുഞ്ഞിന്റെ സന്തോഷത്തെ കാണാനൊക്കെയുള്ള പ്രായമായപ്പോ ഉപ്പയുടെ കൂടെ ഉപ്പയുടെ വാത്സല്യം എന്തെന്നറിയാൻ കൊതിക്കുന്ന ഒരു കുട്ടിയെ കാണാൻ വേണ്ടി മഹാനായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്നിട്ട് ആദ്യമായിട്ട് ആ കുട്ടിയോട് പറയുന്ന വാചകം എന്താ പറയുക? ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹു ഫദ്ദുർ മാദാ തറാ. മോനെ, നിന്നെ അറക്കണമെന്ന് അന്ന് എനിക്ക് വഹിയാക്കി തന്നിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അറിയുന്നതിന് മുമ്പ്, തിരിച്ചറിയുന്നതിന് മുമ്പ് ഉപേക്ഷിച്ചു പോയ ഉപ്പ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുട്ടിയുടെ അടുക്കലേക്ക് വന്നിട്ട് ഈ വാക്ക് പറഞ്ഞ എന്തായിരിക്കും നമ്മളൊക്കെ പ്രതികരണം? എന്തായിരിക്കും? അങ്ങനെ പല വഹികളും കിട്ടും. കാരണം നിർബന്ധാണെങ്കിലും ഉമ്മച്ചിനെ പിടിച്ച് ചേർത്തോ അന്ന് നമ്മളെ വേണ്ടി ആ വഹിയൊന്നും നടപ്പാക്കണ്ടെന്ന് പറയും അല്ലേ? ആ പിതാവിനെ കാത്തിരിക്കുന്ന ആ കുട്ടി പറഞ്ഞ വാചകത്തെ അറിയാം. എന്താണോ എന്ന് പറഞ്ഞത് അതുപോലെ ചെയ്യുന്നത്. സത്യത്തില് ഈ വാചകത്തിലേക്ക്, ഈ വാചക കുട്ടിയെ പറയാൻ പ്രേരിപ്പിച്ചാരാണ്? ഹാജർ എന്ന ഉമ്മയാണ്. ഉപ്പയെ കാണാതെ, ബോധപൂർവ്വം കണ്ടിട്ടില്ലാത്ത, തിരിച്ചറിയാത്ത പ്രായത്തിലാണ് ഉപ്പ ഉപേക്ഷിച്ചു പോയത്. പക്ഷേ ഉപ്പയുടെ തിരിച്ച് വരവിനിടയിലുള്ള കാലം ഉപ്പയെ പരിചയപ്പെടുത്തിയ ഉമ്മയുണ്ട്. അള്ളാഹുവിന്റെ ഉറ്റ ചങ്ങാതിയായി തെരഞ്ഞെടുത്ത റസൂലാണ് മോനെ നിന്റെ വാപ്പ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് നമ്മളെവിടെ വിട്ടേച്ചു പോയത്. അതുകൊണ്ട് അള്ളാഹു നമ്മളെ കൈവിടില്ല. ആ ഉപ്പ ഒരിക്കൽ തിരിച്ചു വരും. ഉപ്പയെ കുറിച്ചുള്ള ഒരു ചിത്രം ആ കുട്ടിയുടെ മനസ്സിലിട്ട് കൊടുത്തൊരു ഉമ്മയുണ്ട്. ആ ഉമ്മയാണ് ഈ കുട്ടിയെ കൊണ്ട് ഈ വാക്ക് പറയിപ്പിച്ചത്. കാത്തിരിക്കുന്നു കുട്ടി, എന്റെ ഉപ്പ വരും. അള്ളാഹുവിന്റെ ഉറ്റ ചങ്ങാതിയായ ഖലീലായ അള്ളാഹുവിന്റെ റസൂലായ ഉപ്പ എന്നെ കാണാൻ വരുമെന്ന് ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്ന ആ കുട്ടിക്ക് ഉപ്പ പറയുന്ന വാക്ക് റബ്ബിന്റെ കൽപ്പനയാണെന്ന് അംഗീകരിക്കാൻ, വിശ്വസിക്കുന്ന പ്രയാസമായിട്ടില്ല. അങ്ങനെ തന്നെ കുട്ടി ഏറ്റെടുത്തു. ഇതാണ് ഇബ്രാഹിം മില്ലത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കുത്തിവെക്കേണ്ട, നമ്മളവിടെ കുടുംബത്തിന്റെ കൂടെ നിർത്തേണ്ട, അതിനവിടെ പ്രേരിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യപ്പെടട്ടെ. പലപ്പോഴും സാധിക്കാറില്ല. ഇന്നിപ്പോ പള്ളിയിലേക്ക് വന്ന ഇത്രയും ആളുകളുടെ കുടുംബം വീട്ടിലുണ്ട്. അവരെ ഇപ്പോഴും പള്ളിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരും സഹാബി വനിതകളും വെള്ളിയാഴ്ചയുടെ ഖുതുബ, ജുമുഅ ഖുതുബ കേൾക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നിരുന്നു. ആതിഖ റളിയല്ലാഹു അൻഹ, റളിയല്ലാഹുവിന്റെ ഭാര്യ പറയുന്നുണ്ട്, ഞാൻ സൂറത്തുൽ ഖാഫ് പഠിച്ചത് വെള്ളിയാഴ്ച ജുമുഅയിൽ പങ്കെടുത്തുകൊണ്ടാണ്. സൂറത്തുൽ ഖാഫ് കാണാതെ പഠിച്ചിട്ടുണ്ട്. ജുമുഅ ഖുതുബക്ക് വന്നിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മള് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചയുടെ ഖുതുബ കേൾക്കുന്നതിന് പുറമെ വ്യത്യസ്തമായ ക്ലാസുകൾ, വിജ്ഞാനവേദികൾ, പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ പങ്കെടുത്തതൊക്കെ കേട്ടിട്ടും ചിലപ്പോഴൊക്കെ ഈമാനിന്റെ ദുർബലത നമ്മളെ പിടികൂടാറില്ലേ? ചിലപ്പോഴൊക്കെ നമ്മൾ തിന്മകളിലേക്ക് എത്തിപ്പെടാറില്ലേ? എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, 5ാം ക്ലാസ്സിന്റെ മദ്രസ വെച്ച് ദീന് കൂടുതലൊന്നും പഠിച്ചിട്ടില്ലാത്ത നമ്മുടെ മക്കളും നമ്മുടെ ഇണയുമൊക്കെ ഈ ദീനിൽ ഉറച്ചു നിന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. തീർച്ചയായും മുഅ്മിനീങ്ങൾക്ക് നിരന്തരമായ ഉത്ബോധനം കിട്ടണം. എങ്കിലേ അവർക്ക് ഉപകാരപ്പെടുന്ന ഈമാനായിട്ട് മാറും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ഈ പരിശുദ്ധമായ ഹജ്ജ് മാസത്തിൽ
പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കഅബാലയത്തെ പൊതിഞ്ഞു നിൽക്കുന്ന മുസ്ലിം ഉമ്മത്തിന് റഹ്മാനായ റബ്ബ് മഖബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിലുപരി ആ കർമ്മത്തിലൂടെ ആ കർമ്മത്തിന്റെ ചൈതന്യം ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ, ഇബ്രാഹിം മില്ലത്ത് സ്വീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു ഹജ്ജിന് പോയ ആളുകൾക്കും പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വളരെ ശക്തമായ മഴ അപ്രതീക്ഷിതമാണ് എന്ന് നമ്മൾ പറയുന്നെങ്കിലും അല്ലാഹു നേരത്തെ നിശ്ചയിച്ചതുപോലെ കാലാവസ്ഥയുടെ മാറ്റം അത് ദുരന്തത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് തോന്നിപ്പോകുന്ന അപകടകരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനെ, മുസ്ലിം ഉമ്മത്തിനെ, നാട്ടുകാരെ, മുഴുവൻ ജനങ്ങളെയും മഹലുകാരെയും റഹ്മാനായ റബ്ബ് വലിയ ദുരന്തങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രാർത്ഥന പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, മഴ പെയ്യാൻ തുടങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയുണ്ട്, മഴ തോർന്നാലുള്ള പ്രാർത്ഥനയുണ്ട്, മഴ നമുക്ക് അപകടകരമായ നിലയിലേക്ക് നീങ്ങുമ്പോഴുള്ള പ്രാർത്ഥനകളൊക്കെയുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഹവാലൈന, അല്ലാഹുവേ ഞങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് മഴ വർഷിപ്പിക്കുക. വലാ അലൈന, ഞങ്ങൾക്കെതിരായി ഞങ്ങളെ ശിക്ഷിക്കാനും ഞങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വിലക്കുന്ന രൂപത്തിൽ നീ എന്റെ മഴയാക്കല്ല റബ്ബേ. അലല്ലാഖാബി വദ്ദിവാബി വഔദിയതിൽ ബുതൂൻ വമനാബിതി ശജർ, താഴ്വരകളിലേക്ക്, കുന്നുംപുറങ്ങളിലേക്ക്, വൃക്ഷച്ചുവടുകളിലേക്ക്, അതിനൊക്കെ ആവശ്യമായ രൂപത്തിലേക്ക് മഴയെ നീ മാറ്റം വരട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട ഒരു പ്രത്യേകമായ സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള അല്ലാഹുവിന്റെ ബറക്കത്ത്, അല്ലാഹുവിന്റെ റഹ്മത്തായ അല്ലാഹു ഈ കാലവർഷത്തെ അല്ലാഹു മാറ്റി തീർക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് പലതരത്തിലുള്ള പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. രോഗികൾക്ക് അല്ലാഹു ആജിലായ ശിഫ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകൾക്ക് അതിന് സമാനമായ രൂപത്തിലുള്ള പാപമോചനം അല്ലാഹു നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനായ റബ്ബേ, വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയിൽ ചുറ്റുപാടിൽ വളരുന്ന ഞങ്ങളുടെ സംഭാരങ്ങൾക്ക്, ഞങ്ങളുടെ ഇടങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് റഹ്മാനായ റബ്ബേ തഖ്വയുള്ള ആളുകൾക്ക് നേതൃത്വം പാഠം നൽകാൻ പറ്റുന്ന രൂപത്തിലുള്ള തഖ്വയും ഈമാനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. നാളെ പരലോകത്ത് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കുടുംബത്തിനും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ولذكر الله أكبر. الله يعلم ما تصنعون.